إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد مصطفى صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. عباد الله، أوصيكم إياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. قال الله تعالى في قرآنه المجيد: أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به الأرحام إن الله كان عليكم رقيبا. صدق الله العلي العظيم، وصدق وبلغ رسوله الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. ഏറ്റവും ബഹുമാനം നിറഞ്ഞ വിശ്വാസിനികളെ, റബ്ബിന്റെ വിധിവിലക്കുകൾ യഥാവിധി സൂക്ഷിച്ച് പാലിച്ച് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ആദ്യമേ വസിയത്ത് ചെയ്യുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ വീഴ്ചകളൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കല് സ്വഹാബത്തുമായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് വ്യത്യസ്ത വിഷയങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ട്. അതിനിടയിൽ റസൂൽ ഇങ്ങനെ സൂചിപ്പിക്കുന്നുണ്ട്, അല്ലാഹു തആല അവന്റെ സൃഷ്ടിപ്പ് പൂർത്തിയാക്കിയതിനു ശേഷം, അഥവാ ഹത്താ ഇദാ ഫറഅ മിൻ ഖൽഖിഹി ഖാമത്ത് റഹം, അല്ലാഹു തആല അവന്റെ സൃഷ്ടിപ്പിൽ നിന്ന് വിരമിച്ച ശേഷം കുടുംബ ബന്ധം എഴുന്നേറ്റ് നിന്നു. അള്ളാഹു അതിന് സവിശേഷമായ അസ്തിത്വം നൽകിയിട്ടുണ്ട്, സംസാരിക്കാനുള്ള ശേഷി നൽകിയിട്ടുണ്ട് എന്ന് ഹദീസുകളിൽ പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹു എല്ലാത്തിനെയും സൃഷ്ടിച്ച ശേഷം കുടുംബബന്ധം എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് അപ്പൊ അതിന് അള്ളാഹു ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് നീ എഴുന്നേറ്റ് നിന്നതെന്ന്. അങ്ങനെ അള്ളാഹുവിനോട്
അള്ളാഹുവിന്റെ അർശിനെ പിടിച്ചുകൊണ്ട് കുടുംബബന്ധം പറയുകയുണ്ടായി, അള്ളാഹുവെ എന്നെ മുറിച്ചു മാറ്റുന്നതിനെ പറ്റി അല്ലെങ്കിൽ മുറിച്ചു മാറ്റുന്നതിനെ തൊട്ട് കുടുംബ ബന്ധത്തെ തച്ചു തകർക്കുന്നതിനെ തൊട്ട് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. എന്നെ നീ സൃഷ്ടിച്ച് മനുഷ്യർക്ക് ഒരു അനുഗ്രഹമായിട്ട് നൽകി. മനുഷ്യർ പക്ഷേ എന്നെ വേണ്ട വിധം മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല, അവരെന്നെ മുറിച്ചു മാറ്റുകയാണ്. ആ മുറിച്ചു മാറ്റുന്നതിനെ തൊട്ട് ഞാൻ നിന്നോട് അഭയം തേടുന്നു എന്നാണ് പറയുന്നത്. എന്നിട്ട് ഇതിന് മറുപടി ആയിക്കൊണ്ട് അള്ളാഹു കുടുംബ ബന്ധത്തെ മുൻനിർത്തി പറയുന്നുണ്ട്, അമ്മാ തറളീന അൻ അസ്ലമ വസ്ലക് വഅഖ്തഅ മൻ ഖതഅക്. ഞാൻ നിന്നോട് ഞാൻ സംസാരിക്കട്ടെ, നിനക്ക് വേണ്ടി ഞാൻ ഒരു കാര്യം പറഞ്ഞു തരട്ടെ, നിന്റെ ആവലാതികൾ ഞാൻ കേൾക്കട്ടെ, നിന്റെ വിഷമത്തെ ഞാൻ ഒന്ന് പരിശോധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു തആല പറയുകയാണ്, കുടുംബബന്ധം ചേർക്കുന്നവനോട് ഞാൻ ബന്ധം ചേർക്കും. ഇനി കുടുംബബന്ധം വിച്ഛേദിച്ചവനെ സംബന്ധിച്ചിടത്തോളം, അതിനെ മുറിച്ചു കളഞ്ഞവനെ സംബന്ധിച്ചിടത്തോളം അവനുമായിട്ട് ഞാനും ബന്ധം മുറിച്ചിരിക്കുന്നു എന്നാണ്. പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിൽ കുടുംബം എന്നുള്ളത് വെറുതെ ഒരു സംവിധാനം എന്നത് മാത്രമല്ല, ഇത് ഒരു ദൈവിക സ്ഥാപനമാണ്. അള്ളാഹു തആല തന്നെ നേരിട്ട് സംവിധാനിച്ചിട്ടുള്ള ഒന്നാണ് കുടുംബം എന്നുള്ളത്. അല്ലാതെ മനുഷ്യനായിട്ട് ഉണ്ടാക്കി തീർത്ത ഒരു സംവിധാനമോ അല്ലെങ്കിൽ ഒരു സ്ട്രക്ചറോ അല്ല കുടുംബം എന്നുള്ളത്. എന്നാണോ മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചത് അന്ന് തൊട്ടേ കുടുംബത്തെയും അള്ളാഹു സംവിധാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒറ്റ സമയം കൊണ്ട് എല്ലാ സൃഷ്ടിപ്പിനെയും ഒന്നിച്ച് സൃഷ്ടിക്കാൻ അള്ളാഹുവെ കൊണ്ട് സാധിക്കാത്ത ഒന്നല്ല. മറിച്ച് അള്ളാഹു തന്നെ കൃത്യമായിട്ടുള്ള സംവിധാനത്തിലൂടെ, സ്ട്രക്ചറിലൂടെ, ഓരോ ഘട്ടങ്ങളിലൂടെ ഈ ഭൂമി ലോകത്ത് നമുക്ക് നൽകിയിട്ടുള്ള വലിയൊരു അനുഗ്രഹമാണ് കുടുംബം എന്നുള്ളത്. അതൊരു കൃത്യമായ ഘടന കൂടിയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു മാതാവിൽ നിന്ന്, ഒരു പിതാവിൽ നിന്ന് ഒരു കുട്ടി പിറന്നു വീഴുന്നു, അതിൽ നിന്ന് കുടുംബം ഉണ്ടാകുന്നു, ആ കുടുംബത്തിൽ നിന്ന് അടുത്ത തലമുറകൾ ഉണ്ടാകുന്നു. ഇങ്ങനെ വ്യത്യസ്ത തലമുറകൾ ഘട്ടം ഘട്ടമായി വന്ന് ഈ ഭൂമി ലോകത്താകെ പരന്ന് പന്തലിച്ച ഒന്നാണ് കുടുംബ സംവിധാനം എന്നുള്ളത്. ഇത് അള്ളാഹു തആല തന്നെ വിശേഷിപ്പിക്കുന്നുണ്ട്, അള്ളാഹു തആല പറഞ്ഞു വെക്കുന്നുണ്ട്, ഇത് ലോകത്തെ സംവിധാനിച്ചത് തന്നെ കുടുംബത്തെ മുൻനിർത്തിക്കൊണ്ടാണെന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 2 ഖുതുബയിലൂടെ ഞാൻ സൂചിപ്പിച്ചിരുന്നു, കുടുംബ ബന്ധത്തെ തകർക്കുന്ന, അതിനെ പ്രതിസന്ധിയിലാക്കുന്ന, അതിനെ തച്ചു തകർക്കുന്ന വ്യത്യസ്ത മൂല്യങ്ങളെ പറ്റിയിട്ടും സിദ്ധാന്തങ്ങളെ പറ്റിയിട്ടും ഒക്കെ ഞാൻ സൂചിപ്പിച്ചിരുന്നു. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അതിന്റെ പിന്നാലെ പോകുന്ന മനുഷ്യന്മാരാകാതെ അതിനെയൊക്കെ മാറ്റി നിർത്തുന്ന, അപ്പറഞ്ഞ സിദ്ധാന്തങ്ങളെയും പുതിയ പരിഷ്കാരങ്ങളെയും ഒക്കെ മാറ്റി നിർത്തുന്ന, അതിനൊക്കെ നമുക്ക് പ്രതിരോധിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള കൃത്യമായിട്ടുള്ള ഒരു മരുന്നാണ്, ഒരു സംവിധാനമാണ് നമ്മുടെ കുടുംബ ബന്ധം എന്നുള്ളത്. അതിനെ നമുക്ക് ചേർത്ത് വെക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ മുമ്പിൽ വരുന്ന സകല പ്രതിസന്ധികളെയും സകല പ്രശ്നങ്ങളെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിലൂടെ മാറ്റി നിർത്താൻ, പരിഹാരം കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം, മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം കുടുംബത്തെ എങ്ങനെ പരിഗണിക്കണമെന്ന് അള്ളാഹു തആല തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്. അള്ളാഹുവിനെ
നമ്മുടെ നാഥനായിക്കൊണ്ട് പരിഗണിക്കുന്നുണ്ടല്ലോ, ആ പരിഗണനയ്ക്കൊപ്പം തന്നെ നമ്മൾ ഏതൊരു റബ്ബിനോടാണോ തന്റെ പ്രതിസന്ധികളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും സന്തോഷങ്ങളും ഒക്കെ പങ്കുവെക്കുന്നത്, പ്രതീക്ഷകൾ ആശിച്ചുകൊണ്ട്, പ്രതീക്ഷകൾ ആഗ്രഹിച്ചുകൊണ്ട് ആരെയൊക്കെയാണോ നിങ്ങൾ മടങ്ങുന്നത്, അവരെ നിങ്ങൾ എത്രത്തോളം കൃത്യതയോടുകൂടി പരിഗണിക്കുന്നുണ്ടോ അതോടൊപ്പം തന്നെ നിങ്ങൾ പരിഗണിക്കേണ്ട ഒന്നാണ് കുടുംബ ബന്ധമെന്ന് അല്ലാഹു തആല തന്നെ വിശേഷിപ്പിക്കുന്നുണ്ട്, പറഞ്ഞു വെക്കുന്നുണ്ട്. ഞാൻ ആമുഖത്തിൽ ഓതി വെച്ച സൂറത്തു നിസായിലെ 1-ാമത്തെ ആയത്ത് തന്നെ പറഞ്ഞു വെക്കുന്നത് ഇതാണ്: യാ അയ്യുഹന്നാസ് ഇത്തഖൂ റബ്ബക്കും, അല്ലയോ ജനങ്ങളെ നിങ്ങൾ അല്ലാഹുവെ സൂക്ഷിക്കുക എന്നാണ്. ഇത്തഖൂ, നിങ്ങൾ സൂക്ഷിക്കുക, റബ്ബക്കും, നിങ്ങളുടെ നാഥനെ നിങ്ങൾ സൂക്ഷിക്കുക. അല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ, ഒരൊറ്റ ആത്മാവിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ചവനാണ് അവൻ. വഖലഖ മിൻഹാ സൗജഹാ വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാ വത്തഖുല്ലാഹ അല്ലദീ തസാഅലൂന ബിഹിൽ അർഹാം ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ എന്നാണ് അല്ലാഹു തആല പറയുന്നത്. നിങ്ങളെ ഒരൊറ്റ ആത്മാവിൽ നിന്ന് സൃഷ്ടിച്ചതിന് ശേഷം അതിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് ഇണകളെ നൽകി. എന്നിട്ട് നിങ്ങളെ എന്ത് ചെയ്തു? നിങ്ങളെ വ്യാപിപ്പിച്ചു. കുറെ പുരുഷന്മാരായിക്കൊണ്ടും കുറെ സ്ത്രീകളായിക്കൊണ്ടും നിങ്ങളെ ഞാൻ ഇത് വ്യാപിപ്പിച്ചു. നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കുക, അതോടൊപ്പം നിങ്ങൾ നിങ്ങളുടെ കുടുംബ ബന്ധത്തെ കാത്തു സൂക്ഷിക്കുക എന്നാണ് അള്ളാഹു താല പറഞ്ഞു വെക്കുന്നത്. അഥവാ അള്ളാഹു താല സദാസമയം നിങ്ങളെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്, നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് അള്ളാഹു താല നിരന്തരം ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹുവെ നിങ്ങൾ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു, അതോടൊപ്പം പറയുന്നു നിങ്ങൾ നിങ്ങളുടെ കുടുംബ ബന്ധത്തെയും നിങ്ങൾ സൂക്ഷിക്കണമെന്നുള്ളതാണ്. നിങ്ങൾക്ക് പ്രിയപ്പെട്ടവർ, നമ്മൾക്ക് ഓരോരുത്തർക്കും നമ്മുടെ കുടുംബ സംവിധാനങ്ങളെ ചിട്ടപ്പെടുത്തി അതിനെ സൂക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണമെന്നുള്ളതാണ്. വളരെ ഗൗരവപൂർവ്വം ഖുർആൻ ഓർമ്മപ്പെടുത്തിയിട്ടുള്ള വ്യത്യസ്ത സ്ഥലങ്ങളിലായിട്ട് നിരന്തരം ഓർമ്മപ്പെടുത്തിയിട്ടുള്ള ഒന്നാണ് കുടുംബ ബന്ധത്തെ പറ്റിയിട്ടുള്ളത്. അള്ളാഹുവിനെ നിങ്ങൾ എങ്ങനെ സൂക്ഷിക്കുന്നു ആ അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? അള്ളാഹു തആല നിങ്ങളുടെ മുമ്പിൽ സംവിധാനിച്ചിട്ടുള്ള ഈ കൃത്യതയുള്ള സംവിധാനത്തെയും നിങ്ങൾ സൂക്ഷിക്കണമെന്ന് അള്ളാഹു തആല പറഞ്ഞു വെക്കുകയാണ്. നമ്മുടെ ജീവിതത്തിന്റെ മുന്നോട്ട് പോക്ക് നമ്മളൊന്ന് ആലോചിക്കുമ്പോൾ, നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ നമ്മുടെ ചുറ്റുപാടിൽ നമുക്ക് കാണുന്ന ധാരാളം പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടായിരിക്കും. ഒരു കുടുംബം എടുക്കുക നിങ്ങൾ, ആ കുടുംബത്തില് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ മക്കളും അതുപോലെ തന്നെ മാതാപിതാക്കളും തമ്മിലുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ സഹോദരന്മാർ തമ്മിലുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ മറ്റു ബന്ധുക്കൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ. ഇങ്ങനെ പ്രശ്നങ്ങളില്ലാത്ത ഒന്ന് കുടുംബമല്ല എന്ന് ചിത്രീകരിക്കുന്ന രൂപത്തിലാണ് നമ്മുടെ ആധുനിക സമൂഹത്തിന്റെ മുന്നോട്ട് പോക്ക്. ഇങ്ങനെ അനാവശ്യമായിട്ട് ഒരു കാരണവുമില്ലാതെ ചെറിയ ചെറിയ വളരെ സൂക്ഷ്മമായ ചെറിയ കാരണങ്ങൾ കൊണ്ടായിരിക്കും നമ്മുടെ കുടുംബത്തിലെ പല പ്രശ്നങ്ങളും ഉണ്ടായി തീർന്നുണ്ടായിരിക്കുക. ഇത് നമ്മോട് തന്നെ ചോദിക്കേണ്ട വലിയ ചോദ്യമാണ് പ്രിയപ്പെട്ടവരെ. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി തീർന്നാൽ പിന്നെ ജീവിതകാലം മുഴുവൻ അത് തലയിലേറ്റിക്കൊണ്ട് ഒരു വലിയ ഭാണ്ഡമാക്കിക്കൊണ്ട് ആ പ്രശ്നങ്ങളെ തലയിലേറ്റിക്കൊണ്ട് നടക്കുന്ന ഒരു പ്രകൃതക്കാരനാണ് നമ്മൾ ഓരോരുത്തരുമെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒന്നും നേടിയെടുക്കാനില്ല എന്നുള്ളതാണ്. ഈ ഭൂമിലോകത്ത് എന്നല്ല, നാളെ പരലോകത്ത് ചെന്നെത്തുമ്പോഴും നമുക്കൊന്നും കരസ്ഥമാക്കാൻ സാധിക്കുന്നില്ല എന്നാണ് അല്ലാഹു തആല നമ്മോട് നിരന്തരം ഓർമ്മിപ്പിക്കുന്നത്. നിങ്ങൾ കുടുംബ ബന്ധത്തെ നിങ്ങൾ വിച്ഛേദിച്ചിട്ടുണ്ടോ? നിങ്ങൾക്കൊന്നും ലഭിക്കാനില്ല എന്നാണ്. നിങ്ങൾക്കൊരു കാര്യവും ലഭിക്കാനില്ല എന്നാണ്. നമ്മൾ ധാരാളം അമലുകളും ഇബാദത്തുകളും ഒക്കെ ചെയ്യുന്ന മനുഷ്യന്മാരായിരിക്കും. അത് ചെയ്തുകൊണ്ട് കാര്യമില്ല. നിങ്ങൾ വെറുതെ ഇബാദത്ത് ചെയ്ത ഒരു കാര്യമല്ല. നിങ്ങളുടെ കുടുംബ ബന്ധം വിച്ഛേദിച്ചിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലുണ്ടെങ്കിൽ അത് തന്നെ മതി നിങ്ങളുടെ എല്ലാ സകല അമലുകളെയും നിങ്ങളുടെ എല്ലാ സൽക്കർമ്മങ്ങളെയും ഇല്ലാതാക്കാനെന്ന് അല്ലാഹു തആല ഓർമ്മിപ്പിക്കുകയാണ്. നമ്മള് നമസ്കാരം ചിലപ്പോൾ കൃത്യമായിട്ട് നിസ്കരിക്കുന്ന ആളുകളായിരിക്കും. നമ്മള് പള്ളിയിൽ വളരെ നേരത്തെ എത്തുന്ന മനുഷ്യന്മാരായിരിക്കും. മറ്റ് സകല സാമൂഹിക പ്രവർത്തനങ്ങളിലും മറ്റു പൊതു ഇടപാടുകളിലും ഒക്കെ മുൻപന്തിയിൽ നേതൃസ്ഥാനത്ത് നിൽക്കുന്ന മനുഷ്യന്മാരായിരിക്കും. മറ്റുള്ളവർക്ക് സഹായം എത്തിക്കാൻ,
മറ്റുള്ളവർക്ക് താങ്ങാവാൻ തണലാവാനൊക്കെ നടക്കുന്ന മനുഷ്യന്മാര് സ്വന്തം കുടുംബത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നില്ലേ? ചെയ്തുകൊണ്ട് ഒരു കാര്യമില്ല, ഒരു കാര്യം നമുക്ക് ലഭിക്കാനില്ല എന്നുള്ളതാണ്. കുടുംബത്തിൽ എന്തെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ചെറിയ വീഴ്ചകൾ തന്നെ മതി നിങ്ങളുടെ സകല പ്രവർത്തനങ്ങളെയും ഇല്ലാതാക്കാനും മായച്ചു കളയാനുമെന്ന് വിശുദ്ധ ഖുർആനിലൂടെ വളരെ ഗൗരവപൂർവം അല്ലാഹു തആല നമ്മോട് ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ നിരന്തരം ആലോചിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വസ്തുതയാണിത്. നമ്മുടെ ഇണകൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, കുടുംബത്തിൽ വല്ല പ്രതിസന്ധികൾ ഉണ്ടെങ്കിൽ, വല്ല വലിയ പ്രശ്നങ്ങളൊന്നും ആയിരിക്കില്ല, എന്തെങ്കിലും ചെറിയ ചെറിയ വിഷയങ്ങളുമായിട്ടായിരിക്കും നമ്മൾ മുന്നോട്ട് പോകണ്ടായിരിക്കാം. പരസ്പരം മിണ്ടാത്ത സഹോദരി സഹോദരന്മാർ, പരസ്പരം ഒന്ന് ഷെയ്ക്കാൻഡ് കൊടുക്കാത്ത സഹോദരി സഹോദരന്മാർ, ഉപ്പയും മോനും, അല്ലെങ്കിൽ സ്വന്തം ഇണയോട് തന്നെ മാറി നിൽക്കുന്ന പ്രകൃതക്കാർ. നമ്മൾ ഭൗതികതയിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് സ്വന്തത്തെ മറക്കുന്ന മനുഷ്യന്മാരായിട്ട് മാറരുത് എന്ന് വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു തആല നമ്മോട് ഓർമ്മിപ്പിക്കുന്നത് എന്തെന്ന് വെച്ചാൽ, അല്ലാഹു ഈ കുടുംബ ബന്ധത്തെ വിശേഷിപ്പിച്ചിരിക്കുന്ന പദപ്രയോഗം നമ്മൾ മനസ്സിലാക്കണം. എന്താണ് റഹം എന്ന് നമുക്കറിയാം. ഇപ്പറഞ്ഞ എല്ലാ പ്രതിസന്ധികളും പ്രശ്നങ്ങളും നമ്മുടെ സമൂഹത്തിലും നമ്മുടെ മുസ്ലിം ഉമ്മത്തിനിടയിലും വ്യാപിക്കാൻ പ്രധാനപ്പെട്ട ഒരു കാരണം എന്തെന്ന് വെച്ചാൽ, എന്താണ് കുടുംബ ബന്ധമെന്ന് കൃത്യമായിട്ട് മനസ്സിലാകാത്തതിന്റെ പ്രശ്നമാണ്. എന്താണ് റഹം എന്നറിയാത്തതിന്റെ പ്രശ്നമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ പേരിൽ നിന്ന് തന്നെയാണ് കുടുംബ ബന്ധത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ കുടുംബ ബന്ധത്തിന്റെ പദം നമ്മുടെ മുമ്പിൽ പരിചയപ്പെടുത്തിയിരിക്കുന്നത്. അല്ലാഹുവിന്റെ വിശേഷണമായിരുന്നു റഹ്മാൻ എന്നുള്ളത്, കാരുണ്യവാൻ എന്നുള്ളത്. അതിൽ നിന്നും ഉണ്ടായിട്ടുള്ളതാണ് റഹം എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ അടയാളം എന്താണെന്ന് നമ്മോടൊരാൾ ചോദിക്കുമ്പോ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. ഇസ്ലാമിന്റെ കുടുംബ സംവിധാനം എന്നുള്ളത് അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട എക്സാമ്പിൾ ആണ്, ഏറ്റവും പ്രധാനപ്പെട്ട അടയാളമാണെന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. അതെങ്ങനെയാ? അത് പറഞ്ഞുകൊണ്ട് കാര്യമില്ല, നമുക്ക് നമ്മുടെ ജീവിതം കൊണ്ട് കാണിച്ചു കൊടുക്കാൻ സാധിക്കണം എന്നുള്ളതാണ്. ഇസ്ലാമിക കുടുംബ സംവിധാനത്തിന്റെ ചിട്ടയും അതിന്റെ മര്യാദയും അതിന്റെ മുന്നോട്ട് പോക്കുമൊക്കെ നമുക്ക് ജീവിച്ച് കാണിച്ചു കൊടുക്കാൻ സാധിക്കണം. അതിലൂടെ തന്നെയാണ് ഇസ്ലാമിന്റെ പ്രബോധനവും മുസ്ലിം ഉമ്മത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പും മുന്നോട്ട് പോക്കുമൊക്കെ കൃത്യമായിട്ട് നടക്കുക എന്നുള്ളതാണ്. നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കണം എന്നുള്ളതാണ്. മുസ്ലിം ഉമ്മത്തിനെ തകർക്കാൻ വരുന്ന, അത് ഇല്ലാതാക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് മുമ്പിൽ കുടുംബത്തിന്റെ ഭദ്രത കൊണ്ട്, അതിന്റെ ചിട്ട കൊണ്ട് അതിനെ പ്രതിരോധിക്കാൻ സാധിക്കണമെന്നാണ് വിശുദ്ധ ഖുർആൻ ഓർമ്മിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വസ്തുത, ഇത്രയും പ്രധാനപ്പെട്ട ഈ ഒരു വസ്തുത, ഈ ഒരു ഘട്ടത്തെ നമ്മൾ അവഗണിക്കുകയാണെങ്കിൽ നമ്മളെ ആരെയാണ് അവഗണിക്കുന്നത്? അള്ളാഹുവിന്റെ ഒരു സംവിധാനത്തെയാണ് നമ്മൾ അവഗണിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ ഒരു റഹ്മത്തിന്റെ ഒരു കാരുണ്യത്തെയാണ് നമ്മൾ അവഗണിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം. തീർച്ചയായിട്ടും ഇത് നമുക്ക് വലിയ ശിക്ഷയിലേക്കാണ് നമ്മളെ കൊണ്ടെത്തിക്കുക. അള്ളാഹുവെ നിഷേധിക്കുന്ന, അള്ളാഹുവെ കളവാക്കുന്ന ആളുകളുടെ കൂട്ടത്തിലേക്കാണ് നമ്മുടെ ഈ ഒരു കുടുംബ ബന്ധത്തിന്റെ തകർച്ച കൊണ്ടെത്തിക്കുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു വെറുക്കുന്ന ആളുകളുടെ കൂട്ടത്തിലായിരിക്കും നമ്മൾ എത്തിച്ചേരുക. പരസ്പരം സംസാരിക്കാത്ത, പരസ്പരം കാണാത്ത ആളുകളായിട്ട് സ്വന്തം ചോരകൾ മാറുന്ന ഒരു അവസ്ഥ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഇതാണ് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. പൊതുസമൂഹത്തിൽ കാണുമ്പോൾ വളരെ നല്ല മനുഷ്യന്മാരായിരിക്കും. ശിവന്റെ പിന്നാമ്പുറം, അല്ലെങ്കിൽ അവരുടെ പിന്നാമ്പുറം നമ്മൾ പരിശോധിക്കുമ്പോ കുടുംബത്തിൽ പ്രയാസങ്ങളും ഇങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ എന്നോ പണ്ടത്തെ ചെറിയ എന്തെങ്കിലും വാക്തർക്കങ്ങളൊക്കെ ആയിരിക്കും. ഇത് തലയിലെത്തിക്കൊണ്ട് കാലാകാലം നടക്കുന്ന മനുഷ്യന്മാരാണെങ്കിൽ ഈ കാലഘട്ടത്തിൽ ചെയ്ത അമലുകൾ കൊണ്ട് ഒന്നും അവനക്ക് നേടിയെടുക്കാനില്ല എന്നുള്ളതാണ്. അത് അവനെ വീഴ്ചയിലേക്കാണ്, വലിയ പ്രതിസന്ധിയിലേക്കാണ് അവനെ കൊണ്ടെത്തിക്കുന്നതെന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ പറയുന്ന മറ്റൊരു കാര്യമാണ് കുടുംബബന്ധം ചേർക്കുന്നതിന്റെ പ്രാധാന്യം ഇത്രത്തോളം എടുത്തു പറയുന്നത് എന്ന് വെച്ചാൽ, നമ്മുടെ സ്വർഗത്തെ തീരുമാനിക്കുന്ന, നമ്മുടെ നാളെ പരലോകത്ത് ചെന്നെത്തുമ്പോ നമ്മുടെ വിജയത്തിന് കാരണക്കാരായി തീരുന്ന ഒന്നാണ് നമ്മുടെ ചോരയിൽ പിറന്ന നമ്മുടെ മക്കളും നമ്മോടൊപ്പം സഹവസിക്കുന്ന നമ്മുടെ ഭാര്യയും നമ്മുടെ കുടുംബാംഗങ്ങളും ഒക്കെ എന്ന് നമ്മൾ മനസ്സിലാക്കണം.
പൊതുസമൂഹത്തിലെ അമലുകളൊക്കെ ഓക്കെ, അതൊക്കെ നമ്മൾ ഇതിന് ശേഷം ചെയ്യേണ്ട ഒന്നായിട്ടാണ് ഞാൻ പറയുക. അത് നമ്മൾ നമ്മുടെ സ്വന്തത്തെ കൃത്യപ്പെടുത്താൻ, ശരിപ്പെടുത്താൻ നമുക്ക് സാധിക്കണമെന്നുള്ളതാണ്. ഇതുപോലെ തന്നെ നമ്മൾ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുതയാണ് സമയമില്ല എന്നുള്ളത്. ഈ കുടുംബ ബന്ധത്തിന്റെ ഭദ്രത കാത്തു സൂക്ഷിക്കുന്നതിൽ, അതില് നമുക്ക് മറ്റുള്ളവരുടെ അവിടെ പോയി സന്ദർശിക്കുന്ന കാര്യത്തിൽ, ഇതിലൊക്കെ നമ്മൾ പറയുന്ന പ്രധാനപ്പെട്ട ഒന്നാണ് സമയമില്ല എന്നുള്ളത്. ഇത് നമ്മുടെ മറ്റെല്ലാം കഴിഞ്ഞതിന് ശേഷം വെക്കേണ്ട ഒന്നല്ലത്. നമ്മൾ സമയം കണ്ടെത്താൻ തീരുമാനിച്ചാൽ സമയം നമ്മിലേക്ക് എത്തിക്കുമെന്നുള്ളതാണ്. നമ്മൾ വേണമെന്ന് തീരുമാനിച്ചാൽ നമ്മളത് എനിക്ക് നിർബന്ധപൂർവം ചെയ്യണമെന്നുള്ള കാര്യമായിട്ട് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിനുള്ള സമയം നമ്മൾ തന്നെ ഉണ്ടാക്കുന്നുള്ളതാണ്, നമ്മൾ തന്നെ കണ്ടെത്തുന്നുള്ളതാണ്. ഇത് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഒരു സ്വഭാവം തന്നെ ഇതാ. വേണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു ഒരു ബന്ധമുള്ള മനുഷ്യനാണെങ്കിൽ തീർച്ചയായിട്ടും സമയം അവൻ തന്നെ ഉണ്ടാക്കി തീർക്കുമെന്നുള്ളതാണ്. എല്ലാം വളരെ വൃത്തിയായിട്ട് നടക്കും. അത് എല്ലാത്തിന്റെയും ചിട്ടയും അതിലുള്ള ഒരു ഭദ്രതയും നമുക്ക് നടപ്പാക്കാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും വളരെ സുഖകരമായിട്ടെല്ലാം നടക്കുമെന്നുള്ളതാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കണോ? നമ്മൾ ചെയ്യുന്ന അമലുകൾക്ക് നമുക്ക് ഉത്തരം ലഭിക്കണോ? നാളെ പരലോകത്ത് നമ്മൾ ജന്നാത്തുൽ ഫിർദൗസ് ആഗ്രഹിച്ചിട്ടാണോ ജീവിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കുടുംബ ബന്ധം നിങ്ങൾ ഭദ്രമാക്കണം, ചിട്ടപ്പെടുത്തണം, കൃത്യപ്പെടുത്തണം എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശേഷിച്ച് പറഞ്ഞു വെക്കുന്നുണ്ട്, ലാ യദ്ഖുലുൽ ജന്നത ഖാത്തിയ, ഈ ബന്ധം മുറിച്ചവന് സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നുള്ളതാണ്. കാരണം അമലുകൾ ചെയ്തുകൊണ്ട് നമുക്കൊന്നും നേടിയെടുക്കാനില്ല എന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളെയും കൃത്യമായിട്ട് പരിശോധിക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്ന മറ്റൊരു വസ്തുത എന്തെന്ന് വെച്ചാൽ, മനുഷ്യന്മാര് നിരന്തരം പറയുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ നമ്മുടെ ലോക്കലിൽ നമ്മൾ സംസാരിക്കുന്ന ഒരു സംസാരത്തിൽ വരുന്ന കാര്യമാണ്, എനിക്ക് കാരുണ്യം കിട്ടുന്നില്ല, എനിക്ക് ജീവിതത്തിൽ ഒരു സ്വസ്ഥതയില്ല, ഒരു സന്തോഷമില്ല, ഒരു സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ സാധിക്കുന്നില്ല എന്നൊക്കെ പറയാറുണ്ട്. ഇത് വ്യത്യസ്ത കാരണങ്ങളാകാം, ചിലപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വരാം. ഇതിൽ പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുത എന്തെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം തിരിഞ്ഞു നോക്കേണ്ടത്, നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത്, നമ്മൾ പരിശോധിക്കേണ്ടത് നമ്മുടെ കുടുംബത്തിന്റെ സംവിധാനങ്ങളെ പറ്റിയിട്ടാണ്. എത്രത്തോളം കൃത്യതയില്ലയോ അവിടെ നമുക്ക് കാരുണ്യം ലഭിക്കില്ല എന്നുള്ളതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ നാമത്തിൽ നിന്ന് തന്നെ വിശേഷിപ്പിച്ച ഒന്നാണ് കുടുംബബന്ധം എന്നുള്ളത്. ആ റഹ്മത്ത് നമുക്ക് കിട്ടണമെങ്കിൽ ഈ റഹം നമ്മൾ കൃത്യമായിട്ട് ചേർക്കണമെന്നുള്ളതാണ്. ഇത് ചേർത്തിട്ടില്ലെങ്കിൽ നമുക്ക് കാരുണ്യം ഉണ്ടാവില്ല, നമ്മൾ ചെയ്യുന്ന അമലുകൾക്കൊരു പ്രതിഫലം നമുക്ക് ലഭിക്കില്ല എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവർ, അങ്ങനെ ദീനിനു വേണ്ടിയിട്ട് പരസ്പരം സ്നേഹിക്കുന്ന ആളുകളായിട്ട്, മുസ്ലിം ഉമ്മത്തിന് വേണ്ടിയിട്ട് പരസ്പരം ജീവൻ ചിലവഴിക്കുന്ന ആളുകളായിട്ട് നമുക്ക് മാറാൻ സാധിക്കണം. കുടുംബബന്ധം ചേർത്ത് വെക്കുന്ന, എന്തെങ്കിലും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ആളുകളായിട്ട് നമുക്ക് മാറാൻ സാധിക്കണം. നമ്മള് പറയാറുണ്ട്, താങ്ങായി തണലായി നമ്മൾക്ക് വർത്തിക്കണമെന്ന്. അത് സ്വന്തം കുടുംബത്തിൽ തുടങ്ങാൻ നമുക്ക് സാധിക്കണം. കുടുംബത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ വന്നാൽ ആദ്യം വിളി വരുന്ന ആളായിട്ട് നമുക്ക് ഓരോരുത്തർക്കും മാറാൻ സാധിക്കണം. അവരുടെ സന്തോഷങ്ങളിൽ അവർ മറക്കാത്ത ആളായിട്ട് മാറാൻ, അവരുടെ പ്രതിസന്ധികളിൽ ആദ്യം ഓടിയെത്തുന്ന ആളായിട്ട് മാറാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. ഇത് അള്ളാഹുമായിട്ടൊരു ബന്ധം നമുക്ക് കൃത്യമായിട്ട് കാത്തു സൂക്ഷിക്കാൻ സാധിച്ചാൽ ഇതൊക്കെ നമുക്ക് കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നാളെ സ്വർഗത്തിന്റെ അടുക്കിൽ നമ്മൾ വന്നെത്തുമ്പോൾ, ഈ ലോകം കഴിഞ്ഞ് നാളെ പരലോകത്ത് സിറാത്ത് പാലം നമുക്ക് കടക്കാനുണ്ട്. ഈ സിറാത്ത് പാലം കടക്കുന്ന ഘട്ടത്തിൽ ഒരു വശത്ത് ഇപ്പോയ വ്യക്തിയുടെ അമാനത്തുകളും മറുവശത്ത് അവന്റെ കുടുംബ ബന്ധങ്ങളുമാണ് ഉണ്ടായിരിക്കുക. അപ്പൊ ധാരാളം അമലുകളും പ്രവർത്തനങ്ങളും ഒക്കെ ചെയ്ത് അമാനത്തുകളൊക്കെ കൃത്യമായി നിർവഹിച്ച് ഒരു മനുഷ്യൻ നാളെ പരലോകത്ത് ചെന്നെത്തിയാണ്. അപ്പൊ അവന് വളരെ സുന്ദരമായിട്ട് ഓടിപ്പോവാൻ വേണ്ടിയിട്ടായിരിക്കും പോകണ്ടാവുക. പക്ഷെ അവിടെ തടയിടുന്ന, നമുക്ക് നമ്മുടെ ഈ സുഗമമായ പോക്കിന് തടയിടുന്ന ഒന്നായിരിക്കും നമ്മുടെ കുടുംബം എന്നുള്ളത്. എന്തെങ്കിലും ചെറിയ വീഴ്ചകൾ കുടുംബ ബന്ധത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് അവന്റെ സിറാത്ത് പാലം കടക്കുന്നതിൽ പോലും പ്രതിസന്ധിയും പ്രയാസവും ഉണ്ടാക്കുന്നുള്ളതാണ്. നമ്മൾ ആലോചിക്കണം, നമ്മൾ ചിന്തിക്കണം.
പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബത്തെ ചേർത്ത് പിടിക്കാൻ ഒന്ന് ദിവസവും എല്ലാ ദിവസവും നമുക്ക് അവരുമായിട്ടുള്ളൊരു ആത്മാർത്ഥ ബന്ധത്തെ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ഒപ്പം ജീവിക്കുന്ന മനുഷ്യന്മാരല്ലേ, എന്ത് പ്രശ്നമുള്ളത്? ഒന്നുമില്ല, പരസ്പരം പറഞ്ഞു തീർക്കേണ്ട, ഒരു കെട്ടിപ്പിടിക്കൽ കൊണ്ട് തീരുന്ന, അല്ലെങ്കിൽ ഒരു നോട്ടം കൊണ്ട് തീരുന്ന പ്രശ്നങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. പക്ഷെ ഇതിനെ കാലാകാലം തലയിൽ കയറ്റി വെച്ചുകൊണ്ട് എന്തെങ്കിലും, നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള വലിയൊരു പ്രതിസന്ധിയാണ് ഈ അതിര് തർക്കവും അല്ലെങ്കിൽ മറ്റ് അനന്തരാവകാശവുമായി ബന്ധപ്പെട്ടുള്ള തർക്കമൊക്കെ. ഇതൊക്കെ എവിടെയാ നടക്കുന്നത്? സമൂഹത്തിലല്ലല്ലോ, സ്വന്തം കുടുംബത്തിലാണ് ഇതധികം നടക്കുന്നത്. നമ്മൾ ആലോചിക്കണം. നമ്മള് ബാക്കിയുള്ള കാര്യം ശരിപ്പെടുത്താൻ വേണ്ടി ഓടും. ഓന്റെ അനന്തരാവശ്യത്തിന്റെ പ്രശ്നമുണ്ട്, അത് ശരിപ്പെടുത്താൻ വേണ്ടി ഓടും. സ്വന്തം കുടുംബത്തിന്റെ കാര്യം എന്തില്ല ഒരു മനുഷ്യനെ ആലോചിക്കാനില്ല എന്നുള്ള. വലിയ മുത്തക്കയായിരിക്കും, പക്ഷെ ആ മുത്തക്കയായിട്ടൊന്നും കാര്യമില്ല. എന്താണ് കിട്ടാനുള്ളത്? സ്വന്തം കാര്യം ആദ്യം ശരിപ്പെടുത്തിക്കൊണ്ടായിരിക്കണം മറ്റുള്ളവരിലേക്ക് ഇറങ്ങേണ്ടതെന്നുള്ളതാ. അങ്ങനെ കുടുംബ ബന്ധത്തെ ചേർത്ത് വെക്കുന്ന നാളെ സ്വർഗത്തിലേക്ക് നമ്മുടെ വെളിച്ചമായിട്ട് മാറുന്ന ഒന്നായിട്ട് മാറാൻ സാധിക്കണം. ഇതെന്തെന്ന് വെച്ചാല്, നമുക്ക് ഈ ആധുനിക ഇവിടെ ഈ ഭൗതിക ലോകത്ത് നമുക്കുള്ള സ്വർഗാണ് കുടുംബം എന്നുള്ളത്. അല്ലാഹു തആല നമുക്ക് ഈ ഭൂമിയിൽ സംവിധാനിച്ചിട്ടുള്ള സ്വർഗാണ് കുടുംബം എന്നുള്ളത്. നമുക്ക് എന്ത് പ്രശ്നവും എന്ത് പ്രയാസം ഉണ്ടെങ്കിലും ഒന്ന് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഹാപ്പിയാണ്. സ്വന്തം റൂമിലെത്തി ഉറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ആശ്വാസം. ഇതാണ് പറഞ്ഞത്, ഭൂമി ലോകത്ത് നമുക്ക് സംവിധാനിച്ചിട്ടുള്ള സ്വർഗാണ് നമ്മുടെ കുടുംബം എന്നുള്ളത്. അല്ലെങ്കിൽ സ്വന്തത്തെ കണ്ടാലേ, സ്വന്തം ഭാര്യയെ കണ്ടു കഴിഞ്ഞാൽ, സ്വന്തം മക്കളെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഹാപ്പിയാണ്. ഭൂമി ലോകത്തെ സ്വർഗം കൊണ്ട് പരലോകത്തേക്ക് സ്വർഗം പണിയാൻ നമുക്ക് സാധിക്കണം പ്രിയപ്പെട്ടവരെ. അതിനു വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കണം. എന്തെങ്കിലും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞു തീർക്കാൻ, അതിനൊക്കെ അല്ലാഹു തആല നമ്മോട് ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലോ, കുല്ലു ബനി ആദം ഖത്താഊൻ വഖൈറു ഖത്താഊൻ തവ്വാബൂൻ എന്നുള്ളത്. എല്ലാ ആദം സന്തതികളും തെറ്റുകാരാണ്. ഏറ്റവും നല്ല തെറ്റുകാരൻ എന്താണ്? അള്ളാഹുവിലേക്ക് കേരിച്ച് മടങ്ങുന്നവരാണെന്നുള്ള. അപ്പോ വീഴ്ചകളുണ്ടെങ്കിൽ ഏറ്റുപറഞ്ഞുകൊണ്ട് അതിനൊക്കെ തിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ, സ്വർഗത്തിന് വേണ്ടിയിട്ട് ഒരുങ്ങാൻ നമുക്ക് സാധിക്കണം. എന്നുള്ള തൗഫീക്ക് പടച്ച റബ്ബ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ സ്വർഗ പൂങ്കാവനത്തിൽ നമ്മളുടെ കുടുംബത്തെയും നമ്മെ ഓരോരുത്തരെയും അല്ലാഹു തആല ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. വഖൂലി ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇൽ മുഅ്മിനീൻ ഫഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലാ ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. اللهم صل على محمد وعلى آل محمد كما صليت وباركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد عباد الله أوصيكم نفسي وثانيا بتقوى الله. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ യഥാവിധി സൂക്ഷിച്ച് പാലിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. റബ്ബ് അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات طيب ثراهم وجر الجنة مكواهم. اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار وأدخلنا الفردوس يا رب العالمين، وأدخلنا الفردوس يا رب العالمين. اللهم بارك لنا في رجب وشعبان وبلغنا شهر رمضان ووفقنا في حين الصيام والقيام وتلاوة القرآن. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. أقم الصلاة.